നിയമപ്രകാരം അല്ലാത്ത മുന്നറിയിപ്പ്. ഹെഡ്സെറ്റ് ഉപയോഗിക്കാത്തത് മൂലമുണ്ടാകുന്ന മാനഹാനിക്ക് ഞങ്ങൾ ഉത്തരവാദികളാകുന്നതല്ല. ഹലോ, പറയടാ. ന്യൂ ഇയർ പാർട്ടി ഫ്രീ ടിക്കറ്റ് പോയാലാ? ഇല്ലടാ, വാടേ ന്യൂ ഇയർ അല്ലേ, ഇഷ്ടം പോലെ പെമ്പിളാരാണ്. നീ എന്തോ ഇല്ല, നിങ്ങൾ പോയിക്കോ. ഹായ് ഗൈസ്, ഇതെന്റെ കഥയാണ്. ഞാൻ ഷിൽസൺ. ഷിൽസൺ. എന്റെ പേര് ആദർശ്. ഷാദിൻ. പുതിയ അഡ്മിഷനാ. ഷിൽസൺ തുടച്ചില്ലായിരുന്നല്ലേ? ലാസ്റ്റ് ബോളാ, നോക്കിക്കണേ. നീച്ചോ, അങ്ങോട്ട് പിടിച്ചോ പിടിച്ചോ. അടിക്കത്തില്ല അടിക്കത്തില്ല. ഈസി, ഒരു ബോളി 5 റൺ മതിയേ. നോക്കില്ല, ഈസിയാണ്. അയ്യോ, പന്ത് ചേട്ടാ നോക്കിയായിരുന്നു. ബോൾ എടുക്കാൻ പറ. ആ ചേട്ടനോട് എടുത്തു തരാൻ പറ. ചേട്ടാ ഫോൺ വെച്ചിട്ടൊന്ന് നോക്കിയോ. എന്തോ ഈ കാണിക്കുന്നേ? ഓ, ഇൻവെർട്ടർ വേണ്ടി ആരും നോക്കുന്നില്ലല്ലോ. നിന്ന് കളവി കഴിക്കാതെ ചേട്ടനോട് ബോൾ എടുത്തു തരാൻ പറടാ. ഓ, യവനെ കൊണ്ടൊന്നും പറ്റില്ല. ചേട്ടാ ബോള്, ആ ബോള്. ഇക്കാലത്ത് ഞങ്ങളൊരു കോമഡിയാണെന്നറിയാം. പക്ഷേ നിങ്ങൾ ചിരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് നീ? നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റാ. എല്ലാരും പറയും, മോനെ നീ മാറണം, ആളുകളുമായിട്ട് മിങ്കിളാവണം, സ്മാർട്ട് ആവണമെന്നൊക്കെ. പക്ഷേ എനിക്ക് ഞാനായിരിക്കാനല്ലേ പറ്റൂ. ഞാനിങ്ങനെ അത് എനിക്കൊരു പ്രശ്നവുമില്ല. അയ്യോ, ഇവനും പെണ്ണോ? ഓ, എല്ലാവർക്കും പെണ്ണായിട്ട്. അല്ല, ഒരു പ്രശ്നമുണ്ട്. എനിക്കിനി എത്ര ലോക്ക്ഡൗൺ വേണമെങ്കിലും നേരിടാം. പക്ഷേ ഒരു പെണ്ണുമായിട്ട് എനിക്ക് മിണ്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഹേയ് കള്ള. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കും. നോക്കിയാടാ, അവള് കൊള്ളാല്ലേ? കൊള്ളാം, പക്ഷെ നീ നോക്കണ്ട. എന്താണോ ആര്? ഇവിടെ ആളുണ്ട്. ഇവിടെ ആളുണ്ടോ? ഇല്ലില്ല. ഓ സോറി. നല്ലൊരു കൊച്ച്. ഇതപ്പം ചോദിക്കാം, കിട്ടണല്ലോ. ഹായ്. ഹായ്. എന്തെങ്കിലും ചോദിക്കണോ? പേര് ചോദിക്കാം. പേരെന്താ? ഐശ്വര്യ. ഓ, നല്ല പേര്. അല്ല, സച്ച് സ്വീറ്റ്. ശരിയായിരുന്നു. ഈ കോളേജിലാണെങ്കിൽ 10 ഐശ്വര്യ കാണും. ശരിക്കും ഫ്ലേർട്ട് ചെയ്യാൻ പോലും അറിയില്ല. അല്ല വേണ്ട. വീട് എവിടാ? കൊല്ലം.
ഓ സച്ച് എ സ്വീറ്റ് പ്ലേസ്. ഇനി എന്താ ചോദിക്കും? വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഓ വേണ്ട. ഓ അച്ഛൻ്റെ പേര് വെച്ചോളാം. ഓ വേണ്ട, അതും വേണ്ട. ഓ കമ്മോണ്ടറാ മൈൻഡ്. എന്തേലും ചോദ്യം എന്താ? ഒന്നും കിട്ടുന്ന ഒന്നും കുട്ടിയുണ്ടോയെന്ന് ചോദിച്ചാലേ അയ്യോ വേണ്ട, ഒന്നും വേണ്ട. ഒന്നും കിട്ടുന്ന ഒന്നും ദൈവമേ, എന്തേലും താ ചോദിക്കുക. അല്ലേ വേണ്ട, വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് തന്നെ ചോദിക്കാം. അതാ കറക്റ്റ്. വീട്ടിലാരൊക്കെ? എന്താ എൻ്റെ പ്രശ്നമെന്ന് ഇപ്പൊ പിടിയിട്ടില്ലേ? ബാക്കിയൂടെ കണ്ടു നോക്ക്. ഈ തൊള പിന്നെയും വലുതായ ക്ലിപ്പ്. ഈ ഷഡ് ഇട്ടാണാ നീ ഡേറ്റ് പോകാൻ പോകുന്നത്? എടാ ഈ ഡേറ്റിനൊക്കെ പോകുന്ന സമയത്ത് മിനിമം കാൽവിൻ ക്ലെയിനോ അല്ലെങ്കിൽ ജോക്കിയോ ഒക്കെ ഇടണം. അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷനിൽ ആ പെണ്ണ് മനസ്സിലാവും നീ ഒരു ഗതിയില്ലാത്തവനാണ്. പിന്നെ ഒന്നും നടക്കില്ല. അയ്യോ പണി പാടോ. ഇതിനൊക്കെ ഭയങ്കര വിലയാണല്ലോ. അവിടെ എന്തുവാ? ഇപ്പൊ തരാവേ. ഷഡ്ഡിയല്ലേ ഇത്? ജോക്കി, ഇത് മതി, ഇത് മതി. അയ്യോ അമ്മേ, അയ്യോ ശ്രേയ പോവല്ലേ? ഇത് ഞാനൊരു പൊളി പൊളിക്കാം. സീറ്റിയായിട്ടൊരു കരക്ക് കരക്കണം. എന്താടാ കിതയ്ക്കുന്നേ? ഡേറ്റിനുള്ള എക്സസൈസ് ആണോ? കഴിവുള്ളവരങ്ങനെയാടാ, ഡേറ്റിനും പോവും എക്സസൈസും ചെയ്യും. കഴിവില്ലാത്ത നിന്നെ പോലുള്ള ഇവിടെ ഇങ്ങനെ ഫോണും തോണ്ടി ഇരിക്കും. എന്നിട്ട് നീ എത്ര ഡേറ്റിന് പോയി? എടാ അവന് പറയാനെങ്കിലും ഒരു പെണ്ണുണ്ടായിരുന്നു. നിനക്ക് ആരുണ്ട്? എടാ എടാ എനിക്കും ഉണ്ടായിരുന്നു. ഏത്? 3ാം ക്ലാസ്സിൽ മറ്റേ വെക്കേഷന് മുമ്പ് ഐ ലവ് യു പറഞ്ഞ കുട്ടിയാ. സ്കൂള് തുറന്നപ്പോത്തിന് ഓള് സ്കൂള് മാറിപ്പോയി. ഓൾ ഏതാ ആരാ എന്തേലും അറിയാം എനിക്ക്. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വട്ടത്തിൽ നോക്കും. ഹലോ, ഓയ് എവിടുക്ക? അവിടെ എത്തി? കോള്. ഒരു കോളും ഇല്ല. ഈ റിംഗ് ടോണ്ടല്ലേ എനിക്കറിയാം. ഓ തൂക്കി. അപ്പൊ എന്നാ തൂക്കി. എനിക്ക് ഉണ്ടായിരിക്കുന്നേ നല്ലത്. ഡേ ഷിൽസാ, നീ ഇങ്ങനെ ഈ പെമ്പിഷൻ വരുമ്പോൾ ഓടിപ്പോകാൻ നിൽക്കരുത്. എടാ ഈ പെമ്പിള്ളേരെ സെറ്റാക്കണമെങ്കിൽ മിനിമം അവരോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും വേണം. അല്ലാത്തവർക്കും സെറ്റായ ചരിത്രമുള്ളടാ. ഉണ്ടറാ, എനിക്ക് ധൈര്യമുണ്ട്. എന്നാ നീ പോയി പറടാ. അവളെ പേരാ പറഞ്ഞ 3 ഫസ്റ്റ് ആയില്ലേ? ഒന്ന് കാണട്ടെ. ആ പറയും പറയും. അല്ല അതിനുള്ള കമ്മിറ്റഡ് ആണെങ്കിലോ? അവള് കമ്മിറ്റഡ് അല്ലടാ. നീ തരായി പറടാ, ഞങ്ങളുടെ കൂടെ. അല്ല ഇവനേതാ? അവൻ 5/7 ആദിത്യവർമ്മ ബോക്സറാ. ഇപ്പൊ രാജഭരണമായിരുന്നെങ്കിൽ രാജാവ് ആവേണ്ട ആളാണെന്നാ വെപ്പ്. എടാ ഇവൻ കുറച്ച് സീനാട്ടാ. പെൺപിള്ളേരെ വിളിക്കാൻ ഇവ എക്സ്പെർട്ടാ. നീ ഭയങ്കര മുട്ടിക്കും. ആ നേടാവും പോടാ. ചെല്ല് ചെല്ല്. അപർണയല്ലേ? അതെ. അപർണ, എനിക്ക് തന്നോടൊരു കാര്യം പറയണ്ടായിരുന്നു. ഓ പറഞ്ഞോ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. അയ്യോ ചേട്ടാ, ഞാൻ മാരീഡാണ്. മാരീഡാ?
അല്ലല്ല അവനക്ക് ധൈര്യമൊക്കെ ഉണ്ട്. അന്ന് മറ്റേ അപർണനെ പ്രപ്പോസ് ചെയ്തോ ആ കല്യാണം കഴിഞ്ഞു പോയല്ലേ? എന്താണ് ഇവിടെ കുറെ നേരം തുടങ്ങിയിട്ട് ചെക്കനെ കളിയാക്കാൻ? നിർത്ത്, മതിയാക്കി. ഇവനാണ് അസലം. പെണ്ണു വിഷയത്തിൽ എന്നെ പോലെ വട്ടത്തിൽ ഊക്ക് വാങ്ങുന്നവനാണ് ഇവൻ. കാരണം ഇവനും ജന്മനാ സിംഗിളാണ്. പെണ്ണിന് പകരം കരാട്ടെ സ്നേഹിച്ചു. ബട്ട് ദിസ് വാസ് എ ബാഡ് മൂവ്. വട്ടത്തിൽ ഊക്കുന്നതിനിടയിൽ ഊക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്ത ആ സപ്പോർട്ട് ചെയ്തവനെ വട്ടത്തിൽ ഊക്കും. അതാണ് ഊക്ക് നിയമം. കണ്ടറിയണോ അസ്ലമേ നിനക്കെന്താവുമെന്ന്. എടാ ഷിൽസ, നീ ഒരു 3 വർഷം വെയിറ്റ് ചെയ്യും. നിനക്ക് പറ്റിയ നല്ല പെങ്കൊച്ചിനെ നിന്റെ അച്ഛനും അമ്മയും കണ്ടെടുത്ത് തരും. അല്ലാണ്ട് നിനക്ക് ഇതിനുള്ള കഴിവില്ല. നീയും പക്ഷെ ഓക്കെ ആണേലും ഐഡിയ കൊള്ളാം. റൊമാൻറ്റിക്കാ? ആരാ വേറെ റിന്റ് കൊടുക്കാതല്ലേ? ജൂനിയർ വെച്ചാടാ. എടാ മോനെ നീയേ ഉണ്ടായിരുന്നല്ലോ ഏട്ടാ. ഇനി ഇതിന്റെ ഉപ്പ് എനിക്ക് ഇട്ടാവുമല്ലോ. കണ്ടുപടി ഷിൽസ, അസ്ലമിന് വരെ ലൈന് സെറ്റ്. പ്രഡിക്റ്റബിൾ. നീ ഒരു കാര്യം ചെയ്യും, നീ വല്ല ടിൻഡറോ അല്ലെ ബമ്പിളോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അതേ നടക്കുള്ളൂ. നീ കണ്ടാ ചെറുക്ക് ഓയോ വരെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നീ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇനി എന്തേലും പറയാതെ രക്ഷയില്ല. എടാ ഈ ആണുങ്ങൾക്ക് ജീവിക്കാൻ പെണ്ണുങ്ങൾ വേണമെന്നൊന്നുമില്ല. ഞാനേ സിഗ്മയാടാ, സിഗ്മ. സിഗ്മയുടെ വണ്ടി അഴിച്ച് പോണായിരുന്നു. അത് വേണ്ട. വേറെ ഉണ്ട്. എടാ ഈ ഓൺലൈൻ ഡേറ്റിംഗ് ഒന്നും അത്ര സേഫ് അല്ല. അതെ അതെ അതെ. എടാ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടൻ അനന്തു, പുള്ളി ഇതുപോലെ ഫേസ്ബുക്ക് വഴി ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. എന്നിട്ട് ഡേറ്റിങ്ങിന് പോയി. ഫേസ്ബുക്ക് അല്ലേ, അത് വല്ല അശതി വെച്ചോ? ഒന്ന് പറഞ്ഞോട്ടറാ. എന്നിട്ട് അവർ ഓയോയില് റൂം എടുത്ത്. അല്ല അതിനന്നോട് പോയോ? അതെ, ഓയോ അല്ല, ലോഡ്ജില് മുറിയെടുത്ത്. എന്നിട്ട് അവര് രാത്രി ഒരുമിച്ചായിരുന്നു. പരിപാടികളൊക്കെ കഴിഞ്ഞ്. പക്ഷേ രാവിലെ എണീറ്റപ്പോ അവളെയും കാണാനില്ല, അവിടെ ബാഗും കാണാനില്ല. കാശെല്ലാം കൊണ്ടുപോയാ? എടാ കാശൊന്നും പോയില്ല, കാശൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എടാ അതൊന്നും അല്ല, അവൻ അവിടെ ഒക്കെ തപ്പി അവസാനം ബാത്റൂമിൽ കേറി നോക്കിയപ്പോ സൂസൈഡ് ചെയ്താ? ചുമ്മാ ഇരിടാ. ബാത്റൂമിൽ കേറി നോക്കിയപ്പോ മണ്ടന്മാര് വിശ്വസിച്ചു. അതാ ഞാൻ പറഞ്ഞേ. പിന്നെ ഈ കോണ്ടം പോലും അത്ര സേഫ് അല്ല. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുവരെ നേരിട്ട് കാണാത്ത ഒരുത്തി ഓയോ ഡേറ്റിന് വിളിച്ചേക്കുന്നു. സംതിങ് ഫിഷി. നീ പേടിക്കൊന്നും വേണ്ട. അവൻ ചുമ്മാ പറയുന്ന ഓരോന്നും അവന് കിട്ടാത്തതിന്റെ ഓരോ പ്രശ്നം. ചെറുക്കനെ അമ്മക്ക് ഫുഡ് കഴിക്കാൻ പോകും. പെണ്ണുള്ളമാരായിട്ട് ജീവിക്കാൻ കാര്യമുണ്ടെന്നാ തോന്നുന്നേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. അവളാണല്ലോ മെസ്സേജ്. പ്രൊട്ടക്ഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ബില്ല് കഴിച്ചോളാം. ബ്ലോക്ക് ഇവിടെ ഇല്ല. ബ്ലോക്ക് എൻ്റെ അമ്മേ. അമ്മ പോയാ? ഡേയ് ഞാനുണ്ട്. ഷട്ടി. എടാ എന്റെ ഷട്ടി ഉണ്ടോടാ? ഞാൻ കണ്ടൊന്നുമില്ല. പിന്നെ അവൻ്റെ ഒരു ഷഡ്ഡി. എടാ നീ എന്റെ ഷഡ്ഡി എടുത്താ? നിന്റെ ഷഡ്ഡി ഒന്നും വെറുതെ എഴുതാൻ പോലും ആരും എടുക്കത്തില്ല. പോടെ. അടാ ഇന്റെ നെഞ്ചത്ത് കൊടുത്തോ? അന്റെ ആ ഷെഡിന്റെ തിരോധാനം ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കണതേ നാണക്കേടാ. ഞങ്ങളൊക്കെ ആവശ്യത്തില റെന്റ് ഷെഡിങ്. എടാ എങ്കി ഒരു ഷഡ്ഡിയാടാ, കടവായിട്ട് മതി, തിരിച്ചു തരാം. ഇനി ഷെഡ് കൂടെ നമുക്ക് തരാടാ. ഇത് കേൾക്കണം. എന്റെ ഷർട്ടും പാൻറ്റും ഇട്ടാണ്ട് ഓൻ കോളേജിൽ പോയത്. ഞാൻ ഷർട്ട് ഇവിടെ ഇസ്തിരി ഇട്ടേക്കും, ഓനെ എടുത്താണ്ട് കോളേജിൽ പോകും. പഴയ ഷർട്ട് ഇട്ട് പോവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാന്ന് വെക്കാം.
ഞാൻ കഴിഞ്ഞ ഫ്രഷേഴ്സ് ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഷർട്ട് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഇടുന്നതിന് മുമ്പ് അത് ഇട്ടാണ്ട് ഓൻ കോളേജിൽ പോയി. ഒരു ചെറിയ മിസ്റ്റേക്ക്. ഞാനിപ്പോ അതിട്ട് പോകുമ്പോ ഓന്റെ ഷർട്ടല്ലേ എന്ന് ആൾക്കാർ ചോദിക്കല്ലേ. എന്തടാ ഒരു ഷർട്ടല്ലേ, കിഡ്നി ഒന്നും അല്ലല്ലേ? ആളാ ഇനി കിഡ്നി കൂടി തരാനിക്കാ. എന്താ ഷഡ്യാ ആ പുറത്ത് ചെളി കിടക്കുന്നുണ്ട്, ഏ വേണിപ്പോ എടുത്തോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലേ, ഞാൻ ക്ലിപ്പിട്ട് വെച്ചതാണല്ലേ. എന്റെ ഷഡ്ഡി ഷെയ്തവിടെ, ഇത് എവിടെ ഇത് തേ കിടക്കുന്നു. അയ്യോ ഇനി ഞാൻ എന്തോ ഇടും. എന്നാലും ഇത് എങ്ങനെ, ഞാൻ ക്ലിപ്പിട്ടതാണല്ലേ. ഈ ക്ലിപ്പ് ആ ഇത് തന്നെ ഞാനിട്ട ക്ലിപ്പ്. ഈ കൊച്ചുമയിരിനെ എന്നെയാ. എടാ എവിടാ കുരിപ്പ്? അവൻ കുളിക്കാൻ കയറി. മനസ്സാകെ എന്തോ പറ്റി എന്നെയും ചുറ്റിയലഞ്ഞേ. അക്ഷയ് മോനെ ഓ കുളിക്കുവാണാ? ആ ചേട്ടാ കുളിക്കുവാ. നിന്നെ കുളിപ്പിച്ചെടുത്താടാ, ഇങ്ങോട്ട് ഇറങ്ങി വേണ. അയ്യോ എന്താ ചേട്ടാ? ആരോട് ചോദിച്ചിട്ടാടാ നീ എന്റെ ഷഡ്ഡി കിടന്ന ക്ലിപ്പ് എടുത്ത് മാറ്റിയേ? അത് പറന്ന് ചെളി പോയി വീണ്. അയ്യോ ചേട്ടാ ഞാൻ അതപ്പോഴത്തെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് എടുത്തതാ. ചേട്ടൻ വേണ ഒരു കാര്യം ചെയ്തോ, എന്റെ ഷഡ്ഡി എടുത്തോ. നിന്റെ ആ തുള വീണ ഷഡ്ഡി ഇല്ലേ, അത് നീ തന്നെ വെച്ചോ. അയ്യോ അതല്ല, എന്റെ ഷെൽഫില് പുതിയ ഒരെണ്ണമുണ്ട്, ഒരു ജോക്കി. ആ എടുത്തോ. ജോക്കിയ നിനക്ക? ജോക്കി എങ്കി ജോക്കി എങ്കി ഓക്കെ. ജോക്കി 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 ഹായ് ജോക്കി. ജോക്കി തന്നെ പുതിയത് തന്നെ ആണോടെ? പുതിയതല്ലേ സാറില്ല, ജോക്കി അല്ലേ. ജോക്കി ഒരെണ്ണത്തി എന്തൊരു സുഖം. ഇനി ഷർട്ട് പാൻറ്. ഇവിടെ ഒന്ന് പെട്ടെന്ന് വളാൻ മുരട്ട് മിസ് പൊരിക്കും നമ്മളെ. അവരെന്തോ മൂക്കി കയറ്റു. മിസ് വന്നു ഇല്ലല്ല, ഇരുന്നിരുന്നു. മിസ് ഒന്നുമില്ല. വന്നല്ലേ. എടാ അതെ, എല്ലാരും എന്നെ തന്നെ വായി നോക്കുന്നല്ലേ. നോക്കിയാ ഹായ്. നിന്നോടല്ല നിന്നോട്. Hi Shilsa. You're looking very cute today. ഷിൽസനല്ലേലും ക്യൂട്ട് അല്ലേ? ഷിൽസ ഈവനിങ് ഫ്രീ ആണോ? നമുക്കൊരു കോഫി അടിക്കാൻ പോയാലോ? ഫ്രീ ആണ്, പോകാം. ആ എന്നാ എൻ്റെ കൂടെ ലഞ്ച്. ഞാൻ വീട്ടിൽ നിന്ന് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കിന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാം. അത് വേണ്ട, നമുക്ക് പുറത്ത് പോയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാം. ഷിൽസ ഈവനിങ് മറക്കല്ലേ. ഷിൽസൻ ബീഫാ ഇഷ്ടം? അല്ലല്ല ചിക്കനാ ഇഷ്ടം. ഷിൽസ കോഫി അടിക്കാൻ പോ. ബീഫല്ലേ? ഷിൽസ കോഫി. എൻ്റെ കൂടെ വായോ. ഇല്ലില്ല, ഇന്ന് എൻ്റെ കൂടെ 4 മണി. ഗുഡ് മോർണിംഗ് മിസ്. പെണ്ണും പിള്ളക്ക് വരാൻ കണ്ടൊരു നേരം. ആയിരിക്കും ഈ ഫ്രണ്ട് ബെഞ്ച് ആർക്ക് ഒഴിച്ചിട്ടേക്കുക? ഷിൽസൻ വാ, ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കും. ഓ ഈ തൊള്ളയുടെ കാര്യം ചിരികളാ. ഷിൽസ ഷർട്ട് നന്നായിട്ടുണ്ട്. ഇതെന്ത് മലര്? ഹലോ ആദി, നമ്മൾ തമ്മിൽ വർക്കൗട്ട് ആവും തോന്നുന്നില്ല. ലെറ്റ്സ് എൻഡ് ദിസ്. സ്നേഹ അത് ഹലോ ഹലോ. ഹോസ്റ്റലിലെത്തിയ ഫുഡ് കഴിച്ച ഐ മിസ് യു. ഈ പെൺപിള്ളേർക്ക് എന്തോ പറ്റി? ഒന്ന് വിളിച്ചേക്കാം. ജോക്കി
ഇതെന്തോന്നും ചിട്ടിയുടെ ടാഗാ? ആരാ? ഇതല്ലേ പ്രതാപവർമ്മയുടെ വീട്? ഓ, എവിടെന്നാ? കണ്ണൂരിന്നാ. എവിടുന്നാ? കണ്ണൂരിന്ന്. കണ്ണൂരെന്ന് പറയുമ്പം വിലാസിനിയുടെയോ അതോ തങ്കത്തിന്റെയോ? വിലാസിനിയുടെ മോനാ. തലശ്ശേരി. എന്താ ഇത്ര വൈകിയേ? 4 മാസം മുന്നാ അച്ഛൻ പോയത്. കൂടെ അമ്മയും കിടപ്പിലായി. അപ്പോഴാണ് അമ്മ ഈ കാര്യം പറഞ്ഞത്. മോനെ, നീ ആ ഡ്രോവറിൽ നിന്ന് കുറച്ച് കാശ് എടുത്തു കൊടുത്തേ. കൊള്ളക്കളവൻ. കൊണ്ടുപോയി ആഘോഷിക്കും. പൈസ മൊത്തം തീർന്നു. നാടിനുള്ള സമ്പന്നമായി നടന്നാൽ പോരാ, എല്ലാവർക്കും വാക്ക് കൊടുത്തിട്ട് വന്നേക്കാണ്. പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇവിടെ പിന്നെ അങ്ങ് ഇരിക്കുകയാണല്ലോ. ഇനി ഈ വീടും കൂടെ ഉള്ളൂ. അതോർത്ത് നീ ഒട്ടും പേടിക്കണ്ട മോനെ. ഈ വീടില്ലേ, അത് പണ്ടേ പണയത്തില്ല. ഇതും പോയി. പോയി. കള്ളക്കളമ ചാവയില്ലല്ലോ. മോനെ, നീ വിഷമിക്കണ്ട. ഞാൻ മറ്റാർക്കും കൊടുക്കാത്തൊരു സാധനമുണ്ട്. അത് ഞാൻ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പണ്ട് സാധനം കൊടുത്താണ് ദായി ഓരോന്നായിട്ട് വന്നോണ്ടിരിക്കുന്നത്. മോനെ, നീ പോയി ആ കബോർഡിന്റെ ഏറ്റവും താഴെ ഇരിക്കുന്ന ആ ചെല്ല് ഇങ്ങ് എടുത്തോണ്ട് പോവാ. ഇനി അതെന്ത് സാധനമാണോ? ഇത് ജോക്കി തന്നെയാണോടെ? അതാ വല്ല ചാത്തൻ സാധനം. ഇനി ഡയമണ്ടാണ്. അതിനൊന്നും നിർത്തും. ഇതിനിപ്പോ എത്ര കിട്ടും? ഇത് വിൽക്കാനുള്ളതല്ല, പിന്നെ തൂക്കിട്ട് കൊടുക്കാനാ? അതെ. ഇറങ്ങിയ വേറെ റെഡിയാവ്. ജംഗ്ഷനിൽ മറ്റേ പുതിയ മന്തിക്കട തുടങ്ങിയിട്ടുണ്ട്. പോയോക്കാം. പോകാം. അല്ല, ഇതായാലും നീ ആ കടയിലെ വെയിറ്ററിനെ കൂടെ വിളിച്ചിട്ട് വന്ന? ഇതാസ്ലാം, എനിക്കതാ കണ്ണുകൂടി. എടാ, അവനല്ല ഇവൻ. പ്രഭു, നാം ദിഗംബരൻ. ദിഗംബരനാ? ദിഗംബരനാ? ഏത് ദിഗംബരൻ? ഇവനെന്താ ഈ പറയുന്നത്? എന്താടാ? ഇവിടെ നിന്നാൽ അങ്ങയെ എല്ലാവരും വിഡ്ഢിയാക്കും. വരൂ, നമുക്ക് പോകാം. പെമ്പിള്ളാരൊന്ന് സംസാരിച്ചെന്ന് വിചാരിച്ച് ഇങ്ങനെ വട്ടാവുക? ഇത് മറ്റേതാ. ഏത്? ഹോളോസ്കോപ്പ്. ഹോളോസ്കോപ്പാ? ഹലൂസിനേഷൻ ആണോ നീ ഉദ്ദേശിച്ചേ? അതന്നെ. പ്രഭു, ഞാൻ ഈ യന്ത്രത്തിന്റെ കാവൽക്കാരനായ ഭൂതം ദിഗംബരൻ. യന്ത്രമാ? ഏത് യന്ത്രം? ഇത് ജെട്ടിയുടെ ടാഗല്ലേ? നിനക്കറിയാലോ, നമ്മുടെ പൂർവികരെല്ലാം നമ്മളെ പോലെ തന്നെ തനി പഴങ്ങളായിരുന്നു. പണ്ട് പാണ്ഡ്യ രാജവംശത്തിന്റെ കീഴിലുള്ള പെരിയാപുരം എന്ന രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു കേശവവർമ്മ. അന്നത്തെ പ്രധാന സ്വയംവരമായിരുന്നു സീതയുടെ സ്വയംവരം. പുള്ളി സീതയുടെ സ്വയംവരത്തിൽ പങ്കെടുത്തു. ഒരു വില്ല് കൊലയ്ക്കാനാവാതെ ഔബീനത്തിൽ മുള്ളിയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ അവസാനം രാമൻ വില്ല് കൊലച്ച് സീതയെ കെട്ടി. പിന്നെ മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നു, ശങ്കരവർമ്മ. പുള്ളി പങ്കെടുത്തത് കുന്തിയുടെ സ്വയംവരത്തിനായിരുന്നു. അവിടെ പിന്നെ ഈ വില്ല് കൊലയ്ക്കാനൊന്നും ഇല്ലായിരുന്നു. അവിടെ ഒരു ബുദ്ധിപരമായ ക്യുസ്സായിരുന്നു നടന്നത്. പുള്ളി പിന്നെ പണ്ടേ ഈ ഇന്റലക്ച്വൽ കാര്യങ്ങളിലൊക്കെ കുറച്ച് വീക്ക് ആയതുകൊണ്ട് എന്തോ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ശരി ഉത്തരം പറഞ്ഞ പാണ്ഡു കുന്തിയെ കല്യാണം കഴിച്ചു. അങ്ങനെ അവിടെ അടപടലം മൂഞ്ചി. ഇനി അടുത്ത രാജാവ് ഗോപാലവർമ്മ. പുള്ളി പാഞ്ചാലിയുടെ സ്വയംവരത്തിന് പോയി. അത് പിന്നെ പറയണ്ടല്ലോ.
വില്ല് കൊലക്കാൻ അറിയാത്ത ടീംസാണ് വെള്ളത്തിലെ റിഫ്ലക്ഷൻ നോക്കി ആകാശത്തുള്ള മീനിന്റെ കണ്ണില് അമ്പ് വിടാൻ പോണത്. ഇത് കേട്ടപ്പോഴേ പുള്ളി അവിടുന്ന് ഇറങ്ങിപ്പോയി. ഇതൊക്കെ നമുക്കറിയാവുന്ന കഥകൾ. അങ്ങനെ എത്രയെത്ര സ്വയംവരങ്ങൾ. അങ്ങനെ നൂറ്റാണ്ടുകളോളം നമ്മുടെ പൂർവികർക്ക് രാജകുമാരിമാരെ വിവാഹം കഴിക്കാൻ പറ്റാതെ ദാസിമാരിലൂടെയാണ് നമ്മുടെ തലമുറ നിലനിന്നു പോയത്. അങ്ങനെ അവസാനം മറ്റൊരു രാജാവായ പുഷ്പരാജവർമ്മ ഇതിനൊരു ഒടുക്കം വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ രാജ്യത്തുണ്ടായിരുന്ന 12 പ്രമുഖ ഋഷിമാരെ വിളിച്ചു വരുത്തി വശീകരണ മന്ത്രം ആവാഹിച്ച് ഒരു വജ്ര പതക്കം നിർമ്മിച്ചു. അതാണ് മോനെ നിന്റെ കയ്യിലിരിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ പന്ന ഭാര്യ രാത്രി ഞാൻ ദേവകിയുടെ വീട്ടിൽ പോയ കാര്യം രാജാവിനോട് എഴുന്നള്ളിക്കാൻ എത്തിയത്. ഇത് കേട്ട ദുർവാസാവ് പരമ ചെറ്റ അപ്പോ തന്നെ എന്നെ ഈ യന്ത്രത്തിന്റെ കാവൽക്കാരനായ ഭൂതമാക്കി മാറ്റി. നൂറ്റാണ്ടുകളായി ഞാൻ ഈ യന്ത്രത്തിന്റെ യജമാനന്മാർക്ക് മാർഗദർശനം നൽകി മോക്ഷം കിട്ടാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പോ ഇനി മോക്ഷം എങ്ങനെ കിട്ടും? അത് ഞാൻ പറയില്ല. അത് പറഞ്ഞാൽ എനിക്കിനി ഒരിക്കലും മോക്ഷം കിട്ടില്ല. അത് സ്വാഭാവികമായി സംഭവിക്കണം. പക്ഷേ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഉള്ളതാണോടേ? പിന്നല്ലാതെ. അപ്പോ ഇനി ഞാൻ ആരെ നോക്കിയാലും വളയുന്ന പറയുന്നേ? അതെ പ്രഭു, ഇനി എല്ലാ പെമ്പിള്ളേരും അങ്ങിലേക്ക് ആകർഷിക്കപ്പെടും. തന്നെ? അതേന്ന്. I am thrilled. ഇവന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇത് ധരിക്കുമ്പോൾ ശരീരത്തോട് ചേർന്ന് ധരിച്ചാൽ മാത്രമേ ഇതിന്റെ ശക്തി പ്രകടമാവൂ. മാത്രമല്ല ഇത് ധരിച്ചിരിക്കുന്നത് വേറെ ആരും കാണാൻ പാടില്ല. കടിയാടാ എടാ എന്നെ മറ്റേ നീല ടീഷർട്ട് കണ്ടാ? ഞാൻ കണ്ടില്ല. ആ ലവൻ ഒരു നീല ടീഷർട്ട് ഇട്ടുണ്ടാ പോയെ. ആര്? I like that with the chemistry, yeah. And when you bite back, we can remedy that. I'm into energy and telling the facts, tenderize my tendencies. Ribs, they better be back, so relax. I'm on the track, this right is my home. I never ask, so you feel my tone. You've been alone, oh no. You go again. നിന്റെ ടീഷർട്ടാണോ അത് പുതിയത്? ശരിയാണോ? എന്റെ ടീഷർട്ടാണോ അത്? I like that with the chemistry, yeah. And when you bite back, we can remedy that. I'm into energy and telling the facts, tenderize my tendencies. Ribs, they better be back, so relax. I'm on the track, this right is my home. I never ask, so you feel my tone. You've been alone, oh no. We go again, and you said that we were only friends. സത്യം പറ, എന്താന്ന് ഉദ്ദേശം? സമ്മതിക്കുന്നടാ ഇതൊക്കെ. ഞാൻ ട്രൈ ചെയ്തടാ. എന്റെ ട്രൈയില് അവള് മാറും. പിന്നല്ല. കോഫി. എന്നാലേ ഞാൻ കോഫി കുടിച്ചിട്ട് വരട്ടെ. ഏത് കോഫി വേണം? ക്യാപ്പച്ചിനോ കുടിച്ചാലോ ഇന്ന്? ഇന്നലെ കഴിച്ചോ? നമുക്കൊരു ബീച്ചിന് പോയാലോ? പിന്നെന്താ, പോകാലോ. ബാ. എവിടെ പോണം? നമുക്ക് താജിൽ പോയാലോ? ക്യാപ്പച്ചിനോ കുടിക്കാനായിട്ട്. ഓ എടേറ്റാവോ? ഏയ് കോഫി ആയിരിക്കും. പോണു.
ചെക്കനൊക്കെ ഉണ്ടാ പഴയ പോലെയല്ലട്ടാ, ചെക്കനൊക്കെ മാറി. പണ്ടൊരു പെൺകുട്ടി അടുത്ത് വരുമ്പോ നിന്ന് പതറിഞ്ഞോനാ, ഓനക്ക് ഇപ്പൊ തൊള്ള കൂട്ടാൻ നേരല്ല. ഞാൻ എന്റെ ചിഞ്ചു അത് ഓ അവളും പോയി. അളിയാ ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, എന്തേലും ഒന്ന് ചെയ്യണം. എന്ത് ചെയ്യാൻ, എന്റെ ക്രഷ് മൂഞ്ചി. അങ്ങനെയല്ല, ഒരു വഴിയുണ്ട്. ഏതെങ്കിലും ഒരുത്തിയായിട്ട് അവനെ സെറ്റാക്കണം. ബെസ്റ്റ് വഴി. ഇത് നീ വിചാരിക്കണ പോലല്ല. ഏതെങ്കിലും ഒരുത്തിയായിട്ട് അവൻ സെറ്റായി എന്ന് വെക്കാം. അപ്പൊ സ്വാഭാവികമായി അവനൊരു പെൺകുട്ടിയിലേക്ക് മാത്രം ചുരുക്കും. അപ്പൊ ബാക്കിയുള്ള പെമ്പിളേര് സീൻ ഔട്ടാവില്ലേ? നമുക്കതല്ലേ വേണ്ടത്. പിന്നെ ആദ്യമായിട്ട് റിലേഷൻഷിപ്പിൽ കയറുന്ന ഒരുത്തനാണെങ്കിൽ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. പിന്നെ പതിയെ പതിയെ അത് ടോക്സിക് ആവും. സ്വാഭാവികമായി അത് പൊട്ടും. ഐഡിയ പിടി. ഏതാ 9? ഓ 9 നല്ല അടിപൊളി നമ്പർ. ഇതെന്തായാലും എനിക്ക് വയ്യ, അത് തിരക്കിട്ടില്ല. അപ്പൊ ഓനക്കൊരു ലൈന് സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് ആ പ്ലാന് സെറ്റ് ആക്കാം. ഓർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ ഹൃദയം. എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയില്ലടാ, കളറാകെ മാറി. നേരത്തേക്ക് ഓരോന്ന് ആലോചിച്ച് കോളേജിൽ പോകാൻ ഒരു മൂഡില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ ഒരു പ്രത്യേക ആവേശമാണ്. ഇയാള് പറയുന്ന കേട്ടാ തോന്നി ഏതൊരു പെണ്ണ് സെറ്റായിരുന്നു. അങ്ങനെയൊന്നും നടന്നിട്ടൊന്നുമില്ലല്ലോ. ആ ബെസ്റ്റ്. ഇപ്പൊ ചേട്ടൻ അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ലേ? എടാ ഷിൽസ, നീ പറന്നു കിടക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം. നീ ഒരുമാതിരി കോഴിക്കളിയാ കളിക്കുന്ന എല്ലാരും പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പൊ അത് പരക്കുന്നതിന്റെ മുന്നേ നീ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ സെറ്റാ കളിയാ. കയ്യിൽ കുറെ എണ്ണം ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണത്തിനും സെലക്ട് ചെയ്യ്. എന്നിട്ട് നീ അവളെ വളയ്ക്കണം. അളിയാ, നീ ആലോചിച്ച് നോക്കിയേ, ഒരു റിലേഷനിലായ പിന്നെ ലൈഫ് അങ്ങോട്ട് സെറ്റ് അല്ലേ? നിനക്ക് എന്നും കോളേജിൽ പോകാൻ ഒരു ഊർജ്ജമില്ലേ ഇപ്പൊ? അത് ഡെയിലി ഇങ്ങനെ വർദ്ധിച്ചു വരും. പിന്നെ നീ ആലോചിച്ച് നോക്കിയേ, നീ കഷ്ടപ്പെട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സെറ്റ് ചെയ്യും. എന്നിട്ട് നീ അവളെ വളയ്ക്കുന്നു. പിന്നെ നീ അവളെ പ്രേമിച്ച് അങ്ങനെ അവസാനം അവള് വേറെ ഇവനെ കൊണ്ട് ഷാദിനെ അസ്ലമെ പന്നി വിളിച്ചോണ്ട് പോയോ? എണീറ്റ് പോയാ ഞാൻ പോകില്ല. ഫ്ലോളായിട്ട് നമ്മളവിടെ നിർത്തി പ്രേമിക്കുന്നു. അങ്ങനെ നീ പ്രേമിച്ച് വളച്ച് അവളെ കല്യാണം കഴിച്ച് പിന്നെ കല്യാണത്തിന് ശേഷം നിങ്ങൾ ഒരുമിച്ച്. അത് വേണ്ട, സർട്ടിഫിക്കറ്റാ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എടാ, നിങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കൂലേ? അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോ രാവിലെ നീ എഴുന്നേൽക്കുമ്പോ തന്നെ നിനക്ക് ബെഡ് കോഫി ആയിട്ട് അവൾ അങ്ങനെ നിന്റെ അടുത്ത് വരും. നീ ആലോചിക്കേ. അളിയാ, അതല്ലടാ ലൈഫ്, അതാണ്ടാ ജീവിതം. വേറെ എന്ത് വേണം? അപ്പൊ നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാ, ഒരു കുട്ടിയെ, ഏറ്റവും ഇഷ്ടമുള്ള കുട്ടിയെ നീ സെലക്ട് ചെയ്യണം. ബാക്കിയൊക്കെ റിജക്ട് ചെയ്യണം. എടാ കണ്ടോടാ. ഓ എന്റെ അളിയാ, നീ അതിന്റെ ട്രൂ ഫ്രണ്ട്. ഇരിക്കുന്നു 3-4 വെറുതെ. അപ്പൊ ഇനി നമുക്ക് ഒരുത്തിയെ സെറ്റ് ചെയ്യണം, ബാക്കി എല്ലാത്തിനെയും റിജക്ട് ചെയ്യണം. കൊള്ളാതെ ശരിയാവില്ല. അത്ര കുഴപ്പമൊന്നുമില്ല. വേണേ ഞാൻ നോക്കാം. ഒരു മിനിറ്റ്. ഡാ, പറഞ്ഞത് ഓർമ്മണ്ടല്ലോ, റിജക്ട് ചെയ്തേക്ക്. നമ്മളിങ്ങനെ ബുക്കും പിടിച്ചിരിക്കും, അവനവിടെ പോയി പൊളിക്കും. ഷിൽസ, ഞാൻ കുറെ ആയിട്ട് ശ്രദ്ധിക്കുന്നു, ഞാൻ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നിനക്ക് എന്നോടൊന്നുമില്ലേ? പറ, നിനക്ക് എന്നെ ഇഷ്ടല്ലേ? അത് നമ്മൾ തമ്മിൽ സെറ്റാവില്ല, അതാ. സോറി. എടി കരയല്ലേ? ഇത് എന്തിനാണ് നൈസായിട്ട് സ്കൂട്ടാ. ഷിൽസ പോലെ. ഷിൽസ, I think it will be fun if we are together. എടാ, നമ്മുടെ ഒരു വേവ് ലെങ്ത് ശരിയല്ലടാ. ഞാൻ നിന്നെ അങ്ങനെ അല്ലടാ കണ്ടിരിക്കുന്നത്. അത് ശരിയാവില്ലടാ. അല്ല, കുഴപ്പമില്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ നാളെ വരാവേ. I love you. ആദർശേ.
ഏറ്റവും ഇഷ്ടമുള്ള കുട്ടിയെ നീ സെലക്ട് ചെയ്യണം, ബാക്കി ഒക്കെ റിജക്ട് ചെയ്യണം. ഏയ് നോനോ, ആരെങ്കിലൊക്കെ സെറ്റ് ചെയ്യടേ. എടാ നീയല്ലേ പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയെ സെറ്റ് ചെയ്യാൻ. ഇഷ്ടപ്പെട്ടിട്ട് പറ, ഞങ്ങൾ കൂടും. പിന്നെ എടാ ഒരു കാര്യം നീ മറക്കരുത്, ഒരു പെണ്ണ് നിന്റെ പുറകെ വരാത്തൊരു കാലം നിനക്കുണ്ടായിരുന്നു, അത് നീ മറക്കരുത്. എടാ ഒന്ന് പോടാ. എടാ ഞാനും വരുന്നില്ലേ. നടക്കാനൊന്നും പോകുന്നില്ല. എടാ 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 എന്താ എടാ അവളെ കൊള്ളാടാ, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടടാ. ഇവളെ കാളും നല്ല മറ്റേ സ്നേഹ. സ്നേഹല്ലല്ലോ, എന്തായിരുന്നു അവളുടെ പേര്? എടാ ഇത് മറ്റേ ആയിത്തവർമ്മയുടെ പുതിയ ലൈനല്ലേ? കഴിഞ്ഞ ആഴ്ച സെറ്റായതാ. അതിന് മോനിക്ക് കുറെ ആൾക്കാരില്ലേ? അതുണ്ട്, പക്ഷെ ഇത് സീരിയസ് ആണ് കേട്ടത്. എന്നാലും എഡ്ജ് നമ്മളേക്കണം. പിന്നെ വേണ്ടാത്ത പണിയാണ്. ഒന്ന് പറടാ. എടാ വേണ്ട വേണ്ട. ഫസ്റ്റ് ഇയർ അല്ലേ? അതെ. ഞാൻ ഷിൽസൺ. ദിയ. ചേട്ടൻ ഇവിടെ? ഞാൻ 3-4 ക്ലാസ്സിൽ പഠിക്കുന്നത്. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എങ്ങനെ പോണു? നൈസ് നൈസ്. എനിക്ക് നേരെ ടെക്സ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ കേട്ടോ, ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഓ ആക്ച്വലി ഞാൻ തപ്പി നടക്കുന്നു, ഫ്രണ്ട്സിനൊക്കെ കിട്ടി. ഞാൻ സെറ്റ് ചെയ്ത് തരാമല്ലോ ഒക്കെ. താങ്ക് യു. ഇപ്പൊ ക്ലാസ് ഉണ്ടോ? ഇതിപ്പോ മെസ്സേജ് വന്നു ഗ്രൂപ്പിൽ, മിസ് വന്നു, ഞാനപ്പോൾ അങ്ങോട്ട് പോവായിരുന്നു. ഓ അറ്റൻഡൻസ് വേണ്ട, ക്ലാസ്സിൽ പോയിക്കോ. ടേക്ക് കെയർ. ഇന്നത്തേക്ക് ഇത്രയും മതി. അയ്യോ, നീ ബാക്കിയുള്ള പെൺപിള്ളേരുടെ അടുത്ത് ഉണ്ടാക്കുന്നത് പോലെ അവക്കിട്ട് ഉണ്ടാക്കണ്ട. അറിയാലോ, അവൾ എൻ്റെ പെണ്ണ, മനസ്സിലാടാ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വേണ്ടാന്ന്. അവ സീരിയസ് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. പക്ഷെ ഇനി അവൾ എനിക്കുള്ളതാ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ പ്രിയാമ്പിളെ കുറിച്ച് പറയാതെ. സർ ദിയ. കാര്യം എന്തുവാ സർ? പ്രിൻസിപ്പൾ വിളിക്കുന്നു സർ. യു മേ ഗോ. അപ്പൊ നമ്മൾ ഏത് ടോപ്പിക്കാ പറഞ്ഞുകൊണ്ടിരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രിയാമ്പിളിനെ കുറിച്ച് പറയാതെ ക്ലാസ് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. ഞാൻ പറയാം. ഹായ് ദിയ. ഞാൻ ഷിൽസൺ. രാവിലെ പറഞ്ഞിരുന്നു. ലെറ്റ് മീ കംപ്ലീറ്റ്. ഇത് ഞാൻ പറഞ്ഞേ മതിയാവും. നീ അത്രയ്ക്ക് സുന്ദരിയാണ്. ഇവിടെ വേറൊരിടത്തും ഇത്രയ്ക്ക് സുന്ദരിയായ കുട്ടിയെ ഞാൻ കണ്ടില്ല. ആൻഡ് ഐ ആം ഇൻ ലവ് വിത്ത് യു ദിയ. ദിയ, നീ പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലായി. നീ പോയതിനു ശേഷം അവൻ വന്നിരുന്നു, ആദിത്യൻ. ദേ എൻ്റെ കോളറിനൊക്കെ കുത്തിപ്പിടിച്ച് നിന്നോട് നീ സംസാരിക്കില്ലെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് എനിക്കറിയാം, പക്ഷേ അവൻ നോക്കുന്ന ഒരുപാട് പേരിൽ ഒരു കുട്ടി മാത്രമാണ് നീ. പിന്നെ എപ്പിക് ലവ് സ്റ്റോറിയായി ടൈറ്റാനിക്കിൽ പോലും ജാക്കിന് റോസിനെ കിട്ടുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് മാറുമ്പോഴാണ്. സോ ക്യാൻ യു ബി മൈ റോസ്? ആ മിക്കാറും ആ ആദ്യർമ്മയുടെ അടിയും കൊണ്ട് മെഴുകാണ്. സെറ്റ്. കുഴിമന്തി കഴിക്കാൻ പോയാലോ? ഈ കാലുമെട്രേ.
നീ എവിടെ പോണ്ടാ? കോളേജിൽ പോന്നറേ. ക്ലാസ് ഇല്ലല്ലോ. കാര്യം ഉണ്ടേ പോട്ടറേ. വല്ല വായി നോക്കാൻ പോകുന്നതായിരിക്കും. എന്തേലും പോന്നാ മന്തിക്ക്. 10ലെ ഫോട്ടോ ആണത്. എന്തായാലും +1 അല്ല. അളിയാ, ഇത്രയും നാളൊരു പെണ്ണിനോട് പോലും മിണ്ടാൻ പേടിയുണ്ടായിരുന്ന ഇവൻ ഇങ്ങനെ ആവാനും അളിയന്റെ പെണ്ണിനെ തന്നെ സെറ്റാക്കിയതിന് പിന്നിൽ എന്തോ ഇല്ലേ? പിന്നിലല്ല, മുന്നില് അളിയ നാക്ക്. നീ ഒന്നും ഉണ്ടായി അളിയൻ മനസ്സിലായില്ലേ? എനിക്ക് കോളേജിൽ കിടന്ന് തല്ലുണ്ടാക്കണവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. വലിയ ഹീറോസ് ആണോ അവന്മാരുടെയൊക്കെ വിചാരല്ലേ? അതെ. ആദ്യം വേറെ പെൺപിള്ളേരുടെ കൂടെ പോയത് ഞാൻ ക്ഷമിച്ചേനെ. അല്ല, അത് ക്ഷമിക്കില്ല. പക്ഷെ അവൻ നിന്നെ പിടിച്ച് തള്ളിയില്ലേ, അതെനിക്ക് ഏറ്റവും ദേഷ്യം വരാൻ കാരണം. ഇങ്ങനെയൊന്നും അല്ല ശരിക്കും മാസ് കാണിക്കണ്ടേ. നമുക്കൊക്കെ ഒരു സ്കിൽസ് ഇല്ലേ, അത് എക്സിബിറ്റ് ചെയ്തല്ലോടെ വേണം മാസ് കാണിക്കാൻ. അതെങ്ങനെ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നന്നായി പാട്ട് പാടാൻ അറിയുന്ന ഒരാൾ നല്ല പാട്ട് പാടുന്നു, അല്ലെങ്കിൽ നല്ല പടം വരയ്ക്കാൻ അറിയുന്ന ഒരാൾ ഒരു നല്ല പടം വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ നന്നായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്നു. ഇതൊക്കെയല്ലേ മാസ്? അയ്യോ, ഞാൻ പോകുന്നേ. ഞാൻ വരണോ? നോ, ഇത് ഞങ്ങൾ ഗേൾസ് ഡേ ഔട്ടാ, ചെറുക്കന്മാരെ അലോഡല്ല. നിനക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരണോ? ഓ വേണ്ട. ഓക്കെ, ബൈ. ബൈ. കളിക്കാം. ആ വരുന്നറ. അളിയാ, ഒറ്റ ഒരുത്തനെ അങ്ങോട്ട് കടത്തി വിടരുത്. ഷട്ടിലോട്ട് പോവാ, കളിക്കാം. നിന്റെ കയ്യിലുള്ള സാധനം അതെന്റെയാ, ഇങ്ങ് തന്നെ. ഇവനെന്തീ കാണിക്കുന്നു? എന്താണ് പ്രശ്നം ഇവിടെ? അറിയില്ല. നീ തന്നില്ലെങ്കിൽ ഞാൻ എടുക്കും. എങ്കിൽ നീ എറാ. കിക്ക് ബോക്സിംഗ്.
മിസ്റ്റർ ബ്രോ. എനിക്കറിയായിരുന്നു അവസാനം നീ എന്നെ വിളിക്കുമെന്നു. പോടാ, നീ എന്താ വിചാരിച്ചത്? കോളേജ് കിടന്ന് തല്ലുണ്ടാക്കിയ വലിയ ഹീറോ ആവുന്ന? നീ ഒന്നൊരു കോപ്പും അല്ലടാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ദിഗംബര, എനിക്കിതിന്റെ പവർ കിട്ടുന്നില്ല. പറടാ കോപ്പ, എന്താ പ്രശ്നം? പ്രഭു, എങ്ങും രേഖപ്പെടുത്തി വെക്കാത്തൊരു രഹസ്യം ഈ യന്ത്രത്തെ സംബന്ധിച്ചുണ്ട്. അന്നങ്ങ് എന്നോട് ചോദിച്ചില്ലേ എനിക്ക് എങ്ങനെ മോക്ഷം കിട്ടുമെന്ന്? അതിന് വശീകരണ മന്ത്രം ആവാഹിച്ച യന്ത്രത്തിൽ ആകൃഷ്ടായി വരുന്ന 12 പേരെ അതിൻ്റെ ഉടമ നിരാകരിക്കണം. അങ്ങനെ അവഗണിച്ചാൽ ഈ യന്ത്രം അപ്രസക്തമാവുകയും അതിലെ മന്ത്രം ആ വ്യക്തിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. അവഗണിക്കാനോ? പിന്നെന്തിനാ ഈ യന്ത്രം? അല്ല, അങ്ങനെ ആര് ചെയ്യാനാ? അതും 12 പേരെയൊക്കെ. നൂറ്റാണ്ടുകളായി ആർക്കും കഴിഞ്ഞിട്ടില്ല, ഒരാൾക്കൊഴിച്ച്. അപ്പൊ ഇനി യന്ത്രം? ഇതിന് വെറും സാധാരജ്ഞമാണ്. എനിക്ക് മോക്ഷവും കിട്ടി. ഞാൻ പോവുകയാണ് പ്രഭു. ദിഗംബര, ആരാവൻ? ഞാൻ കാര്യം അറിയാതെ ഓവർ റിയാക്ട് ചെയ്തു. ഐ എം സോറി. എനിക്കറിയാം ഇതൊരു കോമൺ നെയിമാണെന്ന്. പക്ഷേ ഈ പേരിൻ്റെ ശരിക്കും അർത്ഥം ചേരുന്നത് 2 പേരേ ഉള്ളൂ. ഒന്ന് അഭിഷേക് ബച്ചൻ്റെ ഭാര്യയും മറ്റൊന്ന് എൻ്റെ നീ. പിള്ളേര് കൊള്ളാലോ. ഹലോ, എവിടെ? ആ ഓക്കെ, ഞാൻ ദാ വരുന്നു. ഞാനേ പോയിട്ട് വരാം. ഇങ്ങോട്ട് വന്നു. അവന്മാരെ എന്തോ കുരുക്കി പോയി ചാടിയിട്ടുണ്ട്. ഞാൻ ചെന്നില്ലേ ശരിയാവത്തില്ല. പോയിട്ട് വരാം. സി യു. നാളെ കാണാം. ബൈ. ലെഫ്റ്റ്. ആ താങ്ക് യു ചേട്ടാ. ജിപേ ചെയ്താ പോരെ? അല്ല, ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി അല്ല കൊടുത്തത്. അല്ലല്ലോ, ഇത് പേയ്മെന്റ് ചെയ്തതാണല്ലോ മുന്നേ. ഓക്കെ. ഇതാരോ ഓർഡർ ആക്കിയത്? ചിലപ്പോൾ കുരിപ്പായിരിക്കും.